ഹായ് ഫ്രണ്ട്സ്, ടൈപ്പിസ്റ്റ് പരീക്ഷകളുടെ ഒരു സുവർണ കാലമാണ് വരുന്നത്. അപ്പൊ ടൈപ്പിസ്റ്റ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് തൊട്ട് മുന്നേ LD ടൈപ്പിസ്റ്റ് വേരിയസ് ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ളത് വന്നു. അതുപോലെ തന്നെ ഇനിയും ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2, അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്കുള്ള LD ടൈപ്പിസ്റ്റ് തുടങ്ങിയ തസ്തികകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ടൈപ്പിസ്റ്റ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഈ 2026 എന്നുള്ളത് സർക്കാർ ജോലിയിലേക്കുള്ള അവരുടെ കവാടമാണ്. അപ്പൊ ഈ ഒരു അവസരം നിങ്ങൾ മിസ്സാക്കരുത്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പുതിയ 2 ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷനുകളുടെ കാര്യം കൂടെ നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് I+ന്റെ കോഴ്സിൽ ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള റീസെന്റ് PVQകളുടെ അടിസ്ഥാനത്തിൽ I+ കണ്ടക്ട് ചെയ്യുന്ന ടൈപ്പിസ്റ്റ് കോഴ്സിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കോഴ്സിന്റെ വിശദാംശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഓഫറോട് കൂടി തന്നെ നിങ്ങൾക്ക് ഈ ടൈപ്പിസ്റ്റ് ക്വാളിഫിക്കേഷൻസിലുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഈ പറഞ്ഞ വ്യത്യസ്തങ്ങളായ ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷനുകൾക്ക് ഒരേ പരീക്ഷയാണ് വരുന്നത്, ഒരേ സിലബസ് ആണ് വരുന്നത്. നമുക്ക് പഠിക്കേണ്ടത് എന്തൊക്കെയാണ്? കമ്പ്യൂട്ടർ വേവ് പ്രോസസ്സിംഗ് പഠിക്കാനുണ്ട്, ടൈപ്പ് റൈറ്ററിന്റെ കാര്യങ്ങൾ കുറച്ച് പഠിക്കാനുണ്ട്, ഇംഗ്ലീഷ് പഠിക്കാനുണ്ട്, മലയാളം പഠിക്കാനുണ്ട്. അപ്പോൾ ഒരുപാട് PVQകളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും ടോപ്പ് മാർക്ക് നേടി ഒരു സർക്കാർ ജോലി നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തവണത്തെ ഏറ്റവും റീസെന്റ് ആയിട്ട് 31-ാം തീയതി വന്ന ഡിസംബർ 31-ന് വന്ന നോട്ടിഫിക്കേഷനുകളുടെ കൂട്ടത്തിലെ ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യത്തേത് കാറ്റഗറി നമ്പർ 744/2025. ഏതാണത്? ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് ഇൻ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. അതായത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്കുള്ള ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് LD ടൈപ്പിസ്റ്റ് ആണ് 744/2025 എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഇത് ആക്റ്റീവായിട്ട് പ്രൊഫൈലിൽ വരുമ്പോൾ ഇത് മറക്കരുത്, അപ്ലൈ ചെയ്യാൻ മറക്കരുത്. തൊട്ട് മുന്നേ കഴിഞ്ഞ ദിവസം എന്ത് വന്നിട്ടുണ്ടായിരുന്നു? വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള LD ടൈപ്പിസ്റ്റ് വന്നിട്ടുണ്ട്. ഇത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്കുള്ള LD ടൈപ്പിസ്റ്റ് ആണ്. സാലറി സ്കെയിൽ 20 തൊട്ട് 45-800 വരെയൊക്കെയാണ്. അപ്പൊ ഈ പല ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷനുകൾ തമ്മിലും ക്വാളിഫിക്കേഷനിൽ, നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുകളിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഏജ് ലിമിറ്റ് ശ്രദ്ധിക്കുക. 36 വയസ്സ് വരെ, 18 മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. 2/1/1989 ശേഷം ജനിച്ച ആളുകൾക്ക് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഫെബ്രുവരി 4 ലാസ്റ്റ് ഡേറ്റ്. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക. പ്ലസ് ടു പാസ്സായിരിക്കണം. ഒന്നാമത്തത് +2 പാസ്സായിരിക്കണം. രണ്ടാമത്തത് ഇംഗ്ലീഷ് ലോവർ ഉണ്ടാവണം. ഇംഗ്ലീഷ് KGTE ലോവർ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. അപ്പൊ ഇംഗ്ലീഷ് ലോവർ ഉണ്ടാവണം. അതുപോലെ തന്നെ മലയാളം ലോവർ ഉണ്ടായിരിക്കണം. അപ്പൊ ഇംഗ്ലീഷ് ലോവർ, മലയാളം ലോവർ, വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റ് +2 ഇത്രയും കഴിഞ്ഞ ആളുകൾക്ക് എന്തിനു അപ്ലൈ ചെയ്യാം? പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്കുള്ള LD ടൈപ്പിസ്റ്റ് നിയമനത്തിലേക്ക് അപ്ലൈ ചെയ്യാം. അടുത്ത സെറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ ആണ് 760/2025. അതും ഈ നോട്ടിഫിക്കേഷന്റെ പേര് ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 എന്നുള്ളതാണ്. തസ്തികയുടെ പേര് ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 എന്നുള്ളതാണ്. എവിടേക്കാണെന്ന് ചോദിച്ചാൽ ഇതും പല കമ്പനികളിലേക്കും, സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള പല കമ്പനികളിലേക്കും, കോർപ്പറേഷനുകളിലേക്കും, ബോർഡുകളിലേക്കുമാണ്. അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 9ഓളം സ്ഥാപനങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഫാമിംഗ് കോർപ്പറേഷൻ, ഫോറസ്റ്റ് ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഇലക്ട്രിസിറ്റി ബോർഡ്, അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ, ഗ്രേറ്റർ കൊച്ചിൻ GCDA. അപ്പോൾ ഇവിടെയൊക്കെയുള്ള നിയമനങ്ങളാണ് ഈ പറഞ്ഞ ഈ ഒരു ടൈപ്പിസ്റ്റ് വേക്കൻസിയിലൂടെ കാറ്റഗറി നമ്പർ 760/2025 വരുന്നത്. ഇതാണ് രണ്ടാമത്തെ സെറ്റ് ഓഫ് നോട്ടിഫിക്കേഷൻ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതിൽ ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 എന്നുള്ളതാണ് ആ തസ്തികയുടെ പേര്. ഇതിന്റെ സാലറി സ്കെയിൽ അതത് കോർപ്പറേഷനുകളുടെയും അതത് ബോർഡുകളുടെയും സാലറി സ്കെയിൽ ആണ് ഇവിടെ കിട്ടുക, ഈ ഒരു പോസ്റ്റിലേക്ക് കിട്ടുക. വേക്കൻസികൾ പറഞ്ഞിട്ടില്ല, ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ SSLC ഉണ്ടാവണം. മറ്റേ ക്വാളിഫിക്കേഷൻ നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്കുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന് +2 പാസ്സാവണമായിരുന്നു. ഇവിടെ ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2-ന് SSLC പാസ്സായാൽ മതി. അപ്പോൾ ഏതൊക്കെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്? ഇംഗ്ലീഷ് ഹയർ വേണം. മറ്റേത് ഇംഗ്ലീഷ് ലോവർ മതിയായിരുന്നു. ഇവിടെ ഇംഗ്ലീഷ് ഹയർ വേണം. കൂടാതെ കമ്പ്യൂട്ടർ വേവ് പ്രോസസ്സിംഗ് ഉണ്ടാവണം. മലയാളം ലോവറും വേണം. അപ്പൊ ഇതാണ് ചെറിയ വ്യത്യാസമുണ്ട്. ഈ ക്വാളിഫിക്കേഷനിൽ ചെറിയ വ്യത്യാസമുണ്ട്. LD ടൈപ്പിസ്റ്റ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് LD ടൈപ്പിസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ നമ്മുടെ മുൻപ് വന്ന LD ടൈപ്പിസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ തന്നെയാണ്. ഇവിടെ വരുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഇവിടെ വരുന്നുണ്ട്. SSLCയും ഇംഗ്ലീഷ് ഹയറും ഇംഗ്ലീഷ് മലയാളം ലോവറുമാണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസും ഒക്കെ ഇതിനകത്ത് നമ്മൾ സ്ഥിരം പറയുന്ന ഇക്വലന്റ് ക്വാളിഫിക്കേഷൻസ് ഒക്കെ തന്നെയാണ്. അതും ഇതിന്റെ കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാം. ഏതിനാണോ കറസ്പോണ്ടിങ് അതനുസരിച്ച് അപ്ലൈ ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ 36 വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ്. ഫെബ്രുവരി 4 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കരുത്, നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ടൈപ്പിസ്റ്റ് പരീക്ഷകളുടെ ഈ ഒരു സുവർണ്ണകാലം നിങ്ങൾക്ക് അത് മാക്സിമം
പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇത്തവണ തന്നെ, ഈ വർഷം തന്നെ 2026 എന്നുള്ള പുതിയ വർഷം ഒരു സർക്കാർ ജോലിയുടെ വർഷമായിട്ട് മാറ്റാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ടൈപ്പിസ്റ്റ് തസ്തികയിലൂടെ സർക്കാർ ജോലിയിലെത്തി നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീട് ഹയർ ക്വാളിഫിക്കേഷനിൽ ഉണ്ടെങ്കിൽ മറ്റ് ജോലികളിലേക്ക് പോകാനായിട്ട്, ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതിയൊക്കെ പോകാനായിട്ടൊക്കെ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മിസ്സാക്കരുത്, ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കരുത്. ഒരു പെർമനന്റ് ജോബിലേക്കുള്ള നിങ്ങളുടെ യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കട്ടെ. കോച്ചിങ്ങിന്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും i+നൊപ്പം ജോയിൻ ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.